ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. സബാഖേർ, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നിതാ വ്യാഴാഴ്ചയാണ്. ചെറിയ തണുപ്പുണ്ട്, വലിയ തണുപ്പെന്നൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇനിയിപ്പോ റമദാൻ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായാൽ മതിയെന്നു എന്നാണ് കരുതുന്നത്. അപ്പൊ ഇന്ന് നമ്മളുടെ വിഷയം, ഇന്നത്തെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാലേ വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം. എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ? പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ്. നമ്മളുടെ പേഴ്സണലായിട്ടുള്ള വിശ്വാസങ്ങൾ, നമ്മുടെ പിന്നെ ദൈവിക വിശ്വാസങ്ങൾ, മതപരമായ വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ വേണ്ട മുറുകെ പിടിക്കേണ്ട വിശ്വാസം, അതൊരു വലിയ ദൗത്യമാണ്. വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് അതൊരു വലിയ ഒരു വാക്യാണ്. അപ്പോ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് തലത്തിൽ സംസാരിക്കേണ്ടി വരും. പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ്. അത് അവനവൻ്റെ ജോലിയിലായിക്കോട്ടെ, അവനവൻ്റെ ഇടപാടുകളിലായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, അവനവൻ്റെ ജീവിതത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വിശ്വാസം എന്നുള്ള കാര്യം മുറുകെ പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ വിശ്വാസം, അതിപ്പോ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ജോലിയിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസം, ഇപ്പൊ നമ്മളുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പൊ അതെങ്ങനെ വിശ്വാസ രീതിയിൽ കൊണ്ടു നടക്കണം, അതിന്റെ വിശ്വാസ്യത നമ്മ ഒരു കണക്കിന് നമ്മളെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. നമ്മൾ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്തരം ഫോളോ ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മളുടെ ജീവിത രീതികൾ മാറ്റം വരുത്തണം. നമ്മളടുത്ത് അത് എന്തായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ഒരു സമ്പത്തായിക്കോട്ടെ, ഒരു മുതലായിക്കോട്ടെ, പറയാനൊരു മടിയുണ്ട് എങ്കിലും പറയാണ്. ഇപ്പൊ നമ്മളുടെ ഒരാളൊരു വിശ്വസിച്ചിട്ട് ഇപ്പൊ നമ്മളുടെ കൂടെ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ഒരാളെ, ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് പോവല്ലേ, അപ്പൊ നിങ്ങള് ഇവരെയും കൂടി ഒപ്പം കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാല് അത്തരം കാര്യങ്ങളിൽ വരെ നമ്മൾ വിശ്വാസം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ കാര്യത്തിലും ഒരു കരുതൽ വേണം വിശ്വാസത്തിന്റെ അളവില്. അപ്പോ അത് ഏത് വിശ്വാസം ആയിക്കോട്ടെ, ജോലി, ഇനിയിപ്പോ നമ്മളുടെ ഒരു സമ്പത്ത് തന്നു, ഒരു മുതൽ തന്നു, നമ്മളുടെ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് വിശ്വാസപൂർണമായി നിർവഹിക്കുക. വളരെ പെർഫെക്റ്റ് ആയിട്ട്, ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതായത് നമ്മളുടെ കൂടെ ഒരു സ്ത്രീ, മനസ്സിലാണ്ടോ, അവിടെ ചെയ്ത്താൻ കയറുന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോലും നമ്മളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ. അല്ലാതെ മറ്റുള്ളവരുടെ ഇതിന് വ്യാഖ്യാനിക്കരുത് അതിനെ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മളടുത്ത് ഒരാളെ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, എന്തിലായിക്കോട്ടെ, അതെല്ലാം പരമപ്രധാനമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളാണ്. അതപ്പോ നമുക്കൊരു ഇങ്ങനെ ചെറിയൊരു ചർച്ചകളിലൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ഇൻറ്റിമേഷൻ, ഒരു ചെറിയൊരു വഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിശദീകരിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കി, എൻ്റെ ബിസിനസ് നോക്കി, എൻ്റെ ജോലി നോക്കി, കുടുംബം നോക്കി പോയാൽ മതി. പക്ഷെ അതല്ല, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടി കൂടി ജീവിക്കണം എന്നുള്ള ഞാൻ എൻ്റെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ എന്നെ എതിർക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്നോട് ദിവസം വിളിച്ച് നിങ്ങൾ ഈ വീഡിയോ തുടരണം, നിർത്തരുത് എന്ന് പറയുന്നവരുണ്ടാവും. അതൊക്കെ അതിൻ്റെ മറ്റു വശങ്ങൾ.
നമ്മളാൽ കഴിയുന്ന അറിവുകളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഓക്കെ.